കുറ്റവാസമെന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തികളുടെ ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ള ഒരു ഭാവി എത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തുന്ന ആരോട് പറയലാണ്? ആദ്യമായിട്ട് വീഡിയോ എറിച്ചില്ല, പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കിയ വീഡിയോ ഇന്നലെ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വിട്ട് ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോലിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെ. നിങ്ങൾ ദൈവത്തിന്റെ കൈന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പ്രയോഗമാണ്. പക്ഷെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്ത ഈ വീഡിയോ ഉണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. ലൈക്കും ഷെയറും അണ്ണാക്കി കുത്തിത്തിരിവ് നിനക്ക് ആർത്തി തീർന്നാടിപ്പുണ്ടാ മക്കളെ, അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങും. പിന്നെ ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവളുടെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയൊക്കെ വരും, നടപടിയൊക്കെ എടുക്കുമെന്നാണ്. സത്യം പറയാലോ, നടപടി എടുക്കണം, നമ്മുടെ പേരിൽ നടപടി എടുക്കണം. എന്നിട്ട് ഇവളുടെ ഫോട്ടോ പ്രചരിപ്പിച്ച എല്ലാ യൂട്യൂബേഴ്സിനെയും ഇൻസ്റ്റാഗ്രാം ഓളികളെ എല്ലാത്തിനും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജയിലിൽ അങ്ങോട്ട് ഇടണം, അവിടെ ഇടണം. കാരണം സത്യത്തിനും ന്യായത്തിനും വേണ്ടിയിട്ട് പ്രതികരിക്കുന്ന നമ്മളെ കൊണ്ടിടണോടെ. എന്നിട്ട് ഈ കഴിവേറി മക്കളെ ഒന്നും ചെയ്യരുത്. സ്ത്രീ ആയതുകൊണ്ട് ഒന്നും ചെയ്യാതെ ഇവളുമാരെ അവിടെ പിടിച്ച് ഇരുത്തി നീയൊക്കെ സ്ഥാപിച്ചു വെക്കണം, നമ്മളെ പിടിച്ച് അകത്തിടണം. ഇതിന്റെ പേരിൽ എന്നെ അങ്ങോട്ട് നിങ്ങൾ കയറി കയറ്റിയാൽ എനിക്കൊരു തേങ്ങയില്ല. ഇന്ന് ഈ സമയത്ത് ആണുങ്ങൾക്ക് വേണ്ടി നമ്മൾ ആണുങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി നിന്ന് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി എപ്പോൾ സംസാരിക്കാനാണ്? ഇത്രയും തന്തയില്ലായ്മ ഒരുത്തി വന്ന് ഒരുത്തന്റെ ജീവിതം വെച്ച് കളിച്ച് അവളുടെ റീച്ചിനും അവളുടെ ഫെയിമിനും അവളുടെ ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ട് അവൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ നശിച്ച ഒരു പാവപ്പെട്ടവന്റെ ജീവിതമാണ്, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്, ഒരു കുടുംബമാണ് അവിടെ നശിച്ചത്. ഒരു കുടുംബമാണ് അവളുടെ കുത്തിക്കഴപ്പ് കാരണം അവൾ തീർത്ത് കളഞ്ഞത്. അങ്ങനെയുള്ള ഒരു പുന്നാര മോൾക്കെതിരെ ഇപ്പൊ പ്രതികരിച്ചില്ല, പിന്നെ എപ്പം പ്രതികരിക്കാൻ? ഇവിടെ ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ കുറച്ചുപേര് മാത്രമാണ് അവളെ വലിച്ചു കീറി ഒട്ടിക്കുന്നത് ഞാൻ കാണുന്നത്. മറ്റെല്ലാവരും അവരുടെ സേഫ് സോണിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. പക്ഷെ എനിക്കിവിടെ ഒരു സേഫും ഇല്ല, ഒരു സോണും ഇല്ല. തീർക്കണമെങ്കിൽ എന്നെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും, എനിക്കൊന്നുമില്ല. കാരണം പറയാനുള്ളത് ഞാൻ തന്നെ ചെയ്യും. ഇതിന്റെ പേരിൽ എന്ത് തേങ്ങയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അവളെ എവിടെ കൊണ്ട് പരാതി കൊടുത്താലും, ഇനിയിപ്പോൾ അങ്ങ് കേന്ദ്രത്തിൽ കൊണ്ട് അവള് പരാതി കൊടുത്തു കഴിഞ്ഞാലും ഇല്ല, കൂടിപ്പോ എന്ത് ചെയ്യും, നീയൊക്കെ തീർത്ത് കളയും. അതാണെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങ് ആവാനാണ് ഞാൻ തയ്യാറായി ഇറങ്ങി നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ RJ അഞ്ജലിയിൽ നിന്നും തുടങ്ങാം. ഇവളൊരു RJ ആയിരുന്നു, മുൻ RJ ആയിരുന്നു. ഇവൾ RJ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മറ്റേ കോണാത്തിലെ വീഡിയോകൾ ചെയ്ത് ഏറി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വന്നിട്ട് അവൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. എനിക്ക് ചോദിക്കാനുള്ള, നിന്റെ വീട്ടിലെ നിന്റെ തന്തയോ നിന്റെ സഹോദരനോ നിന്റെ ഭർത്താവോ ആർക്കെങ്കിലും ആണ് ഇതേ ഒരു അവസ്ഥ വന്ന് അവർ ഇതുപോലെ കടും കൈ ചെയ്തിരുന്നെങ്കിൽ നീ ഇതുപോലെ വന്ന് തുപ്പോടി? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അമ്മാതിരി പറച്ചിലാണ് നീ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഞാൻ വായിക്കാം. അഞ്ജലി: സോഷ്യൽ മീഡിയ അല്ല കോടതി, കമന്റ് ബോക്സ് അല്ല നിങ്ങളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നത്. ബസ്സിൽ എത്രയോ തവണ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് പരാതി നൽകാനാകട്ടെ. ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ആർപ്പ് വിളിക്കുന്ന റിവ്യൂ കമന്ററികളോട് പുച്ഛം മാത്രം. സ്ത്രീ കടുങ്കൈ ചെയ്താൽ വീണ്ടും പ്ലേറ്റ് തിരിച്ചു വച്ച് പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. തെറ്റ് ചെയ്തവർ നിയമം മൂലം ശിക്ഷിക്കപ്പെടട്ടെ. സ്വയം പ്രഖ്യാപിത കോടതികളെ. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ അഞ്ജലി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് പറയുന്നത് ഓക്കെ, മറ്റാണ് മറിച്ചതാണ്. ഇനി പകരം ആ സ്ത്രീ എടുത്തു വെച്ച് തീർന്നിരുന്നെങ്കിൽ, സ്വയമേ തീർന്നിരുന്നെങ്കിൽ കൈയടിക്കുമായിരുന്നു. അവള് തീർന്ന ഞാൻ കൈയടിക്കും. സത്യം, ഞാൻ വളരെ സന്തോഷമായിട്ട് ആനന്ദിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ ഇടുമായിരുന്നു അവൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. കാരണം അവളെപ്പോലുള്ള ഒരുത്തിയെ ഇനി ഈ ഭൂമിക്ക് വേണ്ട. ഭാരം എന്തിനാണ് ഇങ്ങനെയുള്ളതൊക്കെ ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? എന്തിന്? എത്രയോ ഇടിയും മിന്നലും വെറുതെ വാഴായി പോന്നു. ഇതിന്റെയൊക്കെ തലേ വീഴുന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്ക് അത്രയ്ക്ക് ഒരു ഇതുണ്ടേ. ഇത് നമ്മുടെ അച്ഛനോ സഹോദരനോ ആർക്കെങ്കിലും ഒക്കെ ആണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യുമായിരുന്നു? അതും ചെയ്യാത്ത കുറ്റത്തിന്. ചെയ്ത കുറ്റമാണെങ്കിൽ അവനെ വലിച്ചു കീറി പൊങ്കാലിട ഞാൻ എല്ലാവരുടെ കൂടെ കാണും. പക്ഷെ ചെയ്യാത്തൊരു കുറ്റത്തിനും ഒരു നിരപരാധിയെ അവള് തീർത്തു. അവക്ക് വേണ്ടിയിട്ട് ന്യായീകരിച്ചും കൊണ്ടുള്ള രീതിയിലാണ് ഇവളുടെയൊക്കെ പോസ്റ്റുകൾ. ഇവൾ ന്യായീകരിക്കുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, എന്നാൽ ന്യായീകരിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. സോഷ്യൽ മീഡിയ അല്ല കോടതി. ഓക്കെ, സോഷ്യൽ മീഡിയ അല്ല കോടതി. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എന്നാൽ ഈ പെണ്ണുമ്പിള്ള വന്നിട്ട് എന്താ ചെയ്തേ? നിങ്ങൾ വിധി എഴുതിക്കോ, നിങ്ങൾ ഇനി തീരുമാനിക്കും. ഈ സെറ്റപ്പിൽ ഇവളല്ലേ പോസ്റ്റ് തന്നെ. അപ്പൊ സോഷ്യൽ മീഡിയയാണ് ഇവിടുത്തെ കോടതി. ആ ഒരു കണ്ടന്റിൽ മനസ്സിലായി. നിയമത്തിന്റെ വശത്തുനിന്ന് ഈ പറയുന്ന അഞ്ജലിക്ക് എന്തെങ്കിലും ശിക്ഷ വാങ്ങി അവർക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. പിന്നെ വായും പൊട്ടി മിണ്ടാതിരി. കമന്റ് ബോക്സ് അല്ല നിങ്ങളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നത്. ബസ്സിൽ എത്രയോ തവണ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഓക്കെ, വീഡിയോ എടുക്കുന്നത് പരാതി നൽകാനാകട്ടെ. നല്ലതാണ്. ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ആർപ്പ് വിളിക്കുന്ന റിവ്യൂ കമന്റിക്കാരോട് പുച്ഛം മാത്രം. ഇത് ഈ റിവ്യൂ ചെയ്യുന്നവരെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നാർജലി, എന്താ RJ അഞ്ജലി, അത് കുറച്ചൊന്ന് കടുക്കും. ഇനി ഓക്കെ,
അടുത്ത് എവിടെ പുച്ഛം മാത്രം. ഓക്കെ, വിളിക്കുന്ന റിവ്യൂ കമന്ററി അവിടെ പുച്ഛം മാത്രം. സ്ത്രീ കടുങ്കൈ ചെയ്താൽ വീണ്ടും പ്ലേറ്റ് തിരിച്ചു വച്ച് പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. അതായത് ഇവിടെ ഈ വ്യക്തിക്ക് പകരം അവൾ എടുത്തു വെച്ച് തീർന്നിരുന്നെങ്കിൽ കൈ അടിച്ചേനെ, അല്ലാണ്ട് നമ്മൾ എടുത്തു വെച്ച് പ്ലാറ്റ് മാറ്റത്തില്ല. ഇനി അവൾ തീർന്നാലും കൈ അടിച്ചേനെ ഉള്ള കാര്യം. ഞാൻ അത്രയും ഓപ്പണായിട്ട് പറയണം, അത്രയ്ക്ക് ഓപ്പണായിട്ട് പറയണം. അല്ലാണ്ട് നമുക്കിനി അവളെ അവൾ ഭയങ്കരമായിട്ട് ഇനി കരിയറിൽ ബിൽഡപ്പ് ആവുന്ന കാണാനൊന്നും ആഗ്രഹമില്ല. ആ വ്യക്തി മനം നൊന്ത് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്ത് ആ കുടുംബം വഴിയാധാരമായി. അതിനൊറ്റ കാരണം അവളുടെ ഒടുക്കത്തെ കണ്ടന്റ്, അവളെ അപ്പൻ്റെ ഉണ്ടാക്കിയ കണ്ടന്റാണ് ഈ ഒരു വിഷയം ഇങ്ങനെ എത്തിച്ചത്. എൻ്റെ പൊന്നഞ്ജലി ഇതുപോലെയുള്ളതിനൊന്നും ന്യായീകരിക്കുന്ന രീതിയിൽ ഒരു രീതിയിലും കമന്റ് ഇടല്. അവളങ്ങ് തീർന്നിരുന്നെങ്കിൽ നമ്മളെല്ലാം കൂടി അങ്ങോട്ട് പോയെന്ന് കോപ്പ് പോയത് സന്തോഷത്തോടെ കൈയടിച്ചേനെ. ആ വ്യക്തിയാണ് തീർന്നത്. ആദ്യമേ ഈ വീഡിയോ കണ്ട സമയത്ത് ഇത് ഫേക്ക് ആണെന്നും ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചാണ് അടുത്ത ദിവസത്തേക്ക്. ആ സമയത്താണ് ഈ വ്യക്തി ഭൂമിയോട് വിട പറഞ്ഞെന്ന് പറഞ്ഞ അടുത്ത ന്യൂസ് വരുന്നത്. ഞാൻ സ്റ്റക്കായി പോയി. അപ്പൊ ഇവിടെ ആണുങ്ങളുടെ ജീവനും ജീവിതത്തിനും ഒന്നും വിലയില്ല. അഞ്ജലി അതിനെ പറ്റിയിട്ട് പറ. ഇങ്ങനെ ഒരു പോസ്റ്റ് അങ്ങും തൊടാതെ ഇട്ടിട്ട് ഒരുമാതിരത്തെ വർത്താനം കാണിക്കല്ലേ. വെറും പുച്ഛമാണ് കേട്ടോ, വെറും പുച്ഛം. നിന്റെയൊക്കെ വീട്ടിലുള്ള അച്ഛനോ സഹോദരനോ ഭർത്താവൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ അനുഭവം വന്നാൽ മാത്രമേ അഞ്ജലിക്ക് അതിന്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ആ വിഷമം മനസ്സിലാവും. കാരണം നാളെ ബസ്സിൽ കയറുന്ന സമയത്ത് നമുക്ക് ആണുങ്ങൾക്ക് ഇതേ ഒരു വിഷയം ഇനിയും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷമം മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന്. ചെയ്യാത്ത ഒരു കാര്യമാണെങ്കിൽ, ചെയ്ത കാര്യമാണെങ്കിൽ ഓക്കെ, അതിൽ ചെയ്തിട്ടാണ് ഇവനൊക്കെ പോയി തീരുന്നതെങ്കിൽ ഓക്കെ. പക്ഷെ ചെയ്യാത്തൊരു കുറ്റത്തിന് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ അത് വേറെയാണ്. പിന്നെ ഇതുപോലെയൊന്നും എനിക്കൊരവസ്ഥ ഉണ്ടായിരുന്ന ഞാൻ ഇതുപോലത്തെ രീതിയിലൊന്നും തീരെയൊന്നുമില്ല. ഞാൻ വലിച്ച് കീറി പണ്ടാറടക്കി ഒട്ടിച്ച് വെച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഞാൻ പോകത്തില്ല, ഞാൻ അവിടെ കാണും കേട്ടാ. ഇനി ഞാൻ വേറെ പോസ്റ്റ് കൊടുക്കുക. അവളെ വെറുതെ വിടില്ല, ആ കുടുംബത്തിന് നീതി വാങ്ങി കൊടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് അഡ്വക്കേറ്റ് ഒരു ലേഡി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ കുടുംബത്തിന് നീതി വാങ്ങി കൊടുക്കാൻ ഏതറ്റം വരെയും പോകുന്നു. എൻ്റെ പൊന്നുമക്കളെ, ഏതറ്റം വരെ പോയിട്ടാലും എന്തൊക്കെ ചെയ്തിട്ടാലും ആ കുടുംബത്തിന് നീതി എന്നല്ല. ഇനി ഒരു ദീപക്ക് ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. ഇതേ അവസ്ഥയിലുള്ള ഒരു ദീപക്കും ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം ഇവളുടെ അന്ത്യമായിരിക്കണം ഈ ഒരു കേസ്. ഇനി ഇതുപോലെ ഒരു അവളെ പേരെന്താ, ചിന്തിത ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടാ. ആ രീതിയിലായിരിക്കണം ഈ വിഷയം തീരേണ്ടത്. ഇവളെ ഏത് അറ്റം വരെ പോയിട്ടാലും ഇവളെ വലിച്ചെള്ളി തറയിൽ ഇടണം. ഇവളെ അനുഭവിക്കണം. ഇവള് എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ചെയ്താലും ഈ ഭൂമിയിൽ നിന്നും അനുഭവിക്കാതെ ഇവള് പോവത്തില്ല. എഴനക്കി പട്ടിയിലെ ചിറുനക്കിയ പൊട്ടിയെ പോലെ കെട്ടെന്ന് അനുഭവിക്കും. നീ അനുഭവിച്ചേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഓരോ ദിവസം നീ എണ്ണി തീർക്കും. ആ രീതിയിൽ നിന്റെ ജീവിതം തൊലഞ്ഞ് നാറാണത്താവുന്നത് നീ കാണും. നിന്റെ കൺമുന്നിൽ തന്നെ നീ കരയുന്നത് നീ തന്നെ നിന്റെ കണ്ണാടി നോക്കി കാണുവടി തന്തയില്ലാത്തവളെ. അത്രയും പറഞ്ഞില്ലേ പിന്നെ ഞാൻ തോന്നുന്നു. ഇനി ഈ സംഭവം കുറെ പേർക്ക് ഡൗട്ടുണ്ട്. അദ്ദേഹവും കൈകൊണ്ട് തട്ടിയില്ലേ മുട്ടിയില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് പേര് സംസാരിക്കുന്നുണ്ട്. അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് കുറെ പേർക്ക് ഒരു ഡൗട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് അവൾക്ക് അയച്ച വോയിസ് എനിക്ക് കേൾപ്പിച്ചു തന്ന്, എടാ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആൾക്കാരെന്നുള്ള രീതിയിൽ. പക്ഷെ അവൾക്ക് ഇപ്പോഴും അവൾ ആ ചാനലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ചിലർക്ക് അദ്ദേഹവും തെറ്റുകാരനാണ്, അദ്ദേഹവും കൈ തട്ടി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോഴും നേരം വെളുക്കാത്ത രീതിയിൽ ഇരുന്ന് ചിന്തിക്കരുത്. ഞാൻ അശ്വിൻ മാടമ്പള്ളിയുടെ ഒരു വീഡിയോ കൊടുക്കാം. ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്, എനിക്കിനി ഒന്നുകൂടി എടുത്തു വെച്ച് പറയാൻ വയ്യ. അതുകൊണ്ട് അശ്വിൻ്റെ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾ ദൈവത്തിന്റെ കൈന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പ്രയോഗമാണ്. പക്ഷേ ഈ വീഡിയോ ഉണ്ടല്ലോ, ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്ത ഈ വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ആ ഒരു കൈ പതിഞ്ഞിട്ടുണ്ട്. അതും ഒരു കൈയായിട്ട് തന്നെ. അതാരും ശ്രദ്ധിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി. അതിനെപ്പറ്റി പറയുന്ന മുമ്പ് നമ്മൾ ഇവള് ഷെയർ ചെയ്ത വീഡിയോസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തത്, ഇവള് ഷെയർ ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് പകുതി സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത്. അതായത് റിയൽ ലൈഫിൽ 2 സെക്കൻഡ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ 4 സെക്കൻഡ് ആയിട്ട് തോന്നും. അതിന്റെ യഥാർത്ഥ സ്പീഡ് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ 2x പ്ലേ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് 1-2 സെക്കൻഡിനുള്ളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കൂടുതലായിട്ട് തോന്നുന്നത്. എന്തായാലും ഇവൾ ആദ്യം ഷെയർ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു, ഇവള് റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് ദീപകിന്റെ അടുത്ത് പോയിട്ട് അയാളെ മനഃപൂർവ്വം മുട്ടാനൊക്കെ ശ്രമിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ വീഡിയോയിൽ ഒരു സാധനം പതിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണല്ലോ അല്ലേ? ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഇനി രണ്ടാമത്തെ വീഡിയോ നമുക്ക് പരിശോധിക്കാം. അതായത് സ്ലോ മോഷനിൽ പ്ലേ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഇവളെ ടച്ച് ചെയ്യുന്നതായിട്ട് ഇവള് കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ പറഞ്ഞ ആ ദൈവത്തിന്റെ കൈ പതിഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, ഇവള് റൈറ്റ് സൈഡിൽ നിന്ന് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് അയാളുടെ പിന്നിൽ പോയി നിൽക്കുകയാണ്. അതെന്തായാലും നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എവിടെയാണെന്നോ, അതായത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഇവളെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം അല്ലേ? പക്ഷേ ആ വീഡിയോയുടെ അവസാനത്തെ സെക്കൻഡിൽ, അതിൻ്റെയും മില്ലി സെക്കൻഡുകളിൽ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അയാളുടെ ലെഫ്റ്റ് കൈ
ആ ലെഫ്റ്റ് കൈയും ഒരേപോലെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ? മറ്റൊന്നുമായിരുന്നില്ല, അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ്, അയാളുടെ ഈ ബാഗ് ഉണ്ട്. ആ ബാഗ് ഒരു മനുഷ്യൻ എൻ്റെ മൈക്കിളുണ്ട്, അല്ലെങ്കിൽ രണ്ട് കൈ വെച്ച് ഞാൻ കാണിച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യില്ലേ? നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ബാഗ് എടുക്കുക, കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ബാഗോ വെയിറ്റ് ഇല്ലാത്തോ എന്ത് വേണമെങ്കിലും എടുക്കുക, അതിങ്ങനെ മുമ്പിൽ പിടിക്കുക, ഒന്ന് നിലത്തോട്ട് ആദ്യം പിടിക്കുക, എന്നിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മുട്ട് പുറകോട്ട് പോയിരിക്കും. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അവസാനത്തെ മില്ലി സെക്കൻഡിൽ ആ വ്യക്തിയുടെ കൈയായിട്ട് തന്നെ ആ കാര്യം പതിഞ്ഞിട്ടുണ്ട്. അതാരും ചർച്ച ചെയ്യുന്നില്ല. ആ ബാഗ് ആ മനുഷ്യൻ ഉയർത്തിയതാണ്. നിങ്ങളുടെ മുട്ടനങ്ങാതെ നിങ്ങൾ കൈ ഉയർത്തണമെങ്കിൽ അത് ജിമ്മിൽ മാത്രമായിരിക്കും. അല്ലാതെ നിങ്ങൾ വളരെ കാഷ്വലായിട്ട് ഏതൊരു ബാഗ് ലിഫ്റ്റ് ചെയ്യുന്ന നോക്കിയേ, നിങ്ങളുടെ മുട്ട അവിടെ നിന്ന് അനങ്ങി അത് പുറകോട്ട് പോയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഒരു ബാഗ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു മുട്ട് വേറൊരു ഡയറക്ഷനിലും അല്ലെങ്കിൽ കുറച്ച് പുറകോട്ടാക്കിയിട്ടും മറ്റേ മുട്ട് കുറച്ച് മുന്നോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് സാധാരണഗതിയിൽ നിങ്ങൾ ചെയ്യില്ല. അത് അത്രത്തോളം ശ്രമകരമായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എന്താണെന്ന്, അതാണ് കയ്യൊപ്പം എന്നൊക്കെ പറയത്തില്ലേ? ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു, അത് ഇവള് തന്നെ കാണിച്ചിട്ടുണ്ട്. ആ ബാഗ് ലിഫ്റ്റ് ചെയ്താണ് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് കൈ നോക്കിയാൽ ഒരേപോലെ ഒരേ പോസ്റ്ററിൽ ഒരേ ആംഗിളിൽ ഒരേ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. കൃത്യമായിട്ട് ബാഗ് വെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു പൊക്കുമ്പോൾ അത് ടച്ച് ചെയ്യുമ്പോൾ അയാൾ ശ്രദ്ധിക്കുന്നുള്ളൂ, ടച്ച് ചെയ്തല്ലോ എന്ന് ഓർത്ത് അത് പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയാണ് അയാൾ. എന്നിട്ട് ഇവൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയാവോ? സൊസൈറ്റി ഇയാളെ ചോദ്യം ചെയ്യണം. പരസ്യമായിട്ട് ഏറ്റവും വലിയ ക്രിമിനൽ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. പരസ്യ വിചാരണ, സമൂഹം ഇയാളെ പരസ്യമായിട്ട് വിചാരണ ചെയ്യണം. അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും കുടുംബക്കാരും ഒക്കെ ഇത് കാണണമെന്ന്. കണ്ടല്ലോ, അതായത് ബാഗ് എടുക്കുന്ന സമയത്ത് രണ്ട് കൈയും ഒരുമിച്ച് പിന്നിലോട്ട് പോകുന്നുണ്ട്. ഇന്നലെ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞതാണ്, മറ്റേ കയ്യിൽ ബാഗ് ഇരിപ്പുണ്ട്, എനിക്കൊന്ന് ക്യാഷ് എന്തെങ്കിലും ആയിരിക്കും. ആ ഒരു കേസ് കറക്റ്റായിട്ട് നമുക്ക് ആ വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൊന്നില്ലേടി മോളെ, നീ തീർത്തില്ലേ? നിനക്ക് കിട്ടിയ നിനക്ക് ഒരു റിഗ്രറ്റും തോന്നുന്നില്ല അല്ലേ? പുന്നാര മോളെ, നിന്നെയൊക്കെ പറഞ്ഞതിന്റെ പേരിൽ എന്നെ പിടിച്ചങ്ങ് ഈ നിയമം അങ്ങ് ശിക്ഷിച്ച ഞാൻ അത് ഏറ്റവും അങ്ങനെ തയ്യാറാണ്. അത്രയേ ഉള്ളൂ എങ്കിൽ കുഴപ്പമില്ല. ഈ ഭൂമിയിൽ 1000 നൂറ്റാണ്ടൊന്നും ജീവിച്ചിരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ഉള്ള കാലം അത്ര അന്തസ്സോടെ ജീവിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യമായിട്ട് വിളിച്ചു പറയണം. ഞാൻ എന്ന് വെച്ചിട്ട് ലോകം കണ്ട നന്മമരമൊന്നും നല്ലവനൊന്നും അല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷെ ഇതുപോലത്തെ അപരാധം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തായാലും ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളിൽ ഞാൻ പറയുന്ന എൻ്റെ നിലപാടുകൾ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇല്ലാത്ത കാര്യം എന്തായാലും പറയാൻ നിൽക്കില്ല. തെറ്റ് പറ്റിയ തെറ്റ് തിരുത്തി പറയാറുണ്ട്. പക്ഷെ ഈ കേസിൽ ഈ മോള് വിടുപൊടി, നിന്നെ ജനങ്ങൾ വലിച്ച് കീറും. നീ മതി, നീ ഉണ്ടാക്കിയത് മതി. ഇനി നിന്റെ അമ്മയുടെ കാലത്ത് നീ റീച്ചിനും ഒരു കോപ്പിന് വേണ്ടി വരട്ടെ. ഇനി ഞാൻ മീഡിയക്കാരെ പറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അണ്ണാക്കി പിരിവെട്ടിയന്മാരെ പോലെ ഇരിക്കുന്നത് കണ്ടല്ലോ, ആരും അങ്ങോട്ടില്ല. ഹാഷ്മി ഒരു പ്രതികരണം ഞാൻ കണ്ടു, സത്യം പറഞ്ഞ രോമാഞ്ചിഫിക്കേഷനാണ് ആ പ്രതികരണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ഇവളുടെ ഫോട്ടോസ് എന്തുകൊണ്ട് മീഡിയക്കാർ കാണിക്കുന്നില്ല? നിങ്ങളും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇവള് കുറെ കൂടി വൈറലാവും. അവൾ ആഗ്രഹിച്ചതുപോലെ അവൾ വൈറലാവും. കിടന്ന് പറക്കട്ട് കക്കാടി മോളെ, നീ കേസ് കൊടു, എല്ലാവരെയും കേസ് കൊടുത്ത് അവിടെ വിളിപ്പിക്കണം. ഒപ്പം നിന്നെയും കാണണം. എനിക്ക് നിന്നെയും കാണണം. അന്ന് ഞാൻ ചിലപ്പം റിയലായിട്ട് ജയിലിലായിപ്പോവും. ആ അവസ്ഥയാവും നിന്നെ ഞാൻ നേരിട്ട് കണ്ട. അത് ഉണ്ടാവാതിരിക്കട്ടെ. ആയുഷ്മാൻ ഭവ. നിന്റെ വിധി ദൈവം തരും നിനക്കുള്ള ശിക്ഷ. ആ ശിക്ഷ അതികഠിനമായിരിക്കും. നിരപരാധിയായ ഒരു മനുഷ്യനെ നീ തീർത്തില്ലേടി മോളെ. ഹാഷ്മി പറയേണ്ടതെന്ന് അറിയില്ല. പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് കിട്ടുമെന്ന് അറിയില്ല, കിട്ടിയാലും തരക്കേടില്ല. അമ്മയും ഒരു സ്ത്രീയാണ്. ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്ന ഒരു വല്ലാത്ത ദിവസം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ട് എടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? വീടിന്റെ ഉമ്മർ തകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങി കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. പ്രായം കേവലം 42 ഉള്ളൂ. ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി, മുത്തേ മുഖമൊക്കെ മാറിപ്പോയലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവുന്നതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്തദുഃഖമെന്നാണ്. ദീപകിന്റെ തലക്കൽ കൊളുത്തി വെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനേ കിട്ടുപോയതല്ല. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരിവുള്ള ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്. ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവരുടെ രാഷ്ട്രീയവും മതവും ചികഞ്ഞ് 10 വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരോട് ചെറുനക്കുന്ന ചെന്നായി അത്രക്കാരെ വിട്ടേക്ക്. ഇവിടെ പ്രശ്നം അതല്ല. അക്കാലം അത്രയും എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞാൽ രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവെച്ച് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കുന്ന ഉത്തരവാദിത്തം എന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തികളുടെ ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ള ഒരു ഭാവി എത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയെന്ന് ആരോട് പറയലാണ്? ആദ്യമായിട്ട് വീഡിയോ എറിച്ചില്ല, പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കേറ്റ വീഡിയോ ഇന്നലെ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വിട്ട് ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോലിക്ക് വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാവട്ടികളെ നാണുണ്ടോ? കോൾ ഔട്ട് എന്ന് പറഞ്ഞ യഥാർത്ഥ പരാതികളെയും തുലക്കലാണ് നിങ്ങളുടെ പണി. ശരിയായ പരാതി ആർജവത്തോടെ അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ ആൺശവങ്ങൾ ഏതോ സമാന്തര ലോകത്ത് ലൈക്കത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പുറകോട്ട് അടഞ്ഞത് ഫോൺ നോക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് എടുത്ത് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കയറട്ടെ. ലൈക്കും ഷെയറും തീരട്ടെ. ഇതിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കേട്ടല്ലേ, ആഷ്മി കാലക്കി ഈ താവടി മോളുകള്
ഇതുപോലത്തെ അപരാധി മക്കളെ നീയൊക്കെ നമ്മളെ പോലെ ഉള്ളവന്മാരെ പിച്ച് തിന്നടി, കൊണ്ടുപോയി പിച്ച് തിന്നെ തീര്. എന്നിട്ട് ആ വീട്ടിൽ പോയിട്ട് നീ ആ കിടക്കണില്ലേ ദീപക് എന്ന് പറയുന്ന വ്യക്തിയെ പിച്ച് തിന്ന്, അവിച്ച് തിന്നും. നീ കൊണ്ടുവച്ച് തിന്നടി, തിന്ന്. നിനക്ക് തികഞ്ഞില്ലേ? നിന്നെ പോലെ ഉള്ളവളമാരെ 10 തെറി വിളിച്ചതിന്റെ പേരിൽ അകത്താവണമെങ്കിൽ അങ്ങ് ആവട്ട്, തീർക്ക്. നീ പറ്റുവാണെങ്കിൽ എന്നെയും കൂടി ഇതുപോലെ അങ്ങ് തീർക്ക്. എന്നിട്ട് പിച്ച് തിന്നു കൊണ്ടുവച്ച് എല്ലാ ആണുങ്ങളെയും, സകലമാന ആണുങ്ങളെയും അപമാനിച്ചുകൊണ്ട് നിന്റെ തന്തയില്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്ന നിന്നെയൊക്കെ പോലെയുള്ള മറ്റേ മോളുകൾ കൊണ്ടുവച്ച് തിന്ന്. കൊണ്ടുവച്ച് തിന്ന്. നിന്റെ കണ്ടന്റ് റീച്ച്, നിന്റെ അമ്മയുടെ റീച്ച് നീ ഇതോടെ നീ മുടിയും. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ മറ്റേ അടുത്ത മോളുകളുണ്ട്. എല്ലാത്തിനെയും ഒന്നിനെ വെറുതെ വിടൂല. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നാണമല്ലേ ഈ കഷായം, ഗ്രീഷ്മയും, ജോളി, അതിൻ്റെയൊക്കെ മറ്റൊരു വെർഷൻ. അത് തന്നെയാണ് ഈ മോള്. ഒന്നും പറയാനില്ല. ഇനി കുറച്ച് സ്ത്രീകൾ തന്നെ ഇവൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്, കാണാം. 2 ആംഗിളിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് ഈ സ്ത്രീ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്തപ്പോൾ അതിൽ തട്ടലും മുട്ടലും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അമ്മായിക്ക് മനസ്സിലായി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ഫിൽറ്റർ ഓൺ ചെയ്തിട്ടാണ് പരിപാടി ചെയ്യുന്നത്. ആദ്യത്തെ ആംഗിളിൽ നിന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് നേരെ തിരിഞ്ഞും കഴിഞ്ഞിട്ട് നെഞ്ഞും വിരിച്ച് ആ ചേട്ടന്റെ മുന്നിലേക്ക് കൈയിന്റെ അടുത്തേക്ക് പോയി നിന്നും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഒരതിയും കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നു. നിനക്ക് നാണമില്ല ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ? എങ്ങനെ തോന്നി ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ? ആ മനുഷ്യന് അഭിമാനം ഉണ്ടായതുകൊണ്ടാണ് ആ മനുഷ്യന് അത് സഹിക്കാൻ പറ്റാഞ്ഞത്. ഈ സ്ത്രീകൾക്ക് മാത്രമല്ല ഈ അഭിമാനം എന്ന് പറയുന്നത്, പുരുഷന്മാർക്കും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട് അഭിമാനം. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ ഇനി നിനക്ക്? സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും? ഇത് കണ്ടിട്ട് കേട്ടിട്ട് നമുക്ക് തന്നെ വല്ലാത്തൊരു എന്തോ സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് ഇനി സമാധാനം ഉണ്ടാവോ? ഇപ്പൊ റീച്ച് കിട്ടിയില്ല, ആവശ്യത്തിൽ കൂടുതൽ നല്ല റീച്ച് കിട്ടിയില്ലേ? കേരളമല്ല, ഒരുവിധം എല്ലാവരും അറിയപ്പെടുന്ന ഒരു റീച്ച് കിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഒതുങ്ങില്ല ഈ റീച്ച്. ഈ സ്ത്രീക്കെതിരെ എന്താ പറയാ, കൊലപാതകത്തിന് കേസ് എടുത്തിട്ട് അതിന് എത്ര വർഷമാണ് ആ കൊലപാതകത്തിന്റെ ശിക്ഷ കിട്ടുന്നത്, അത് ആ സ്ത്രീക്ക് വാങ്ങിക്കൊടുക്കണം. എന്നാലേ അയാൾ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. ഇനിയെങ്കിലും ആരും ഇത് ചെയ്യാതിരിക്കുക ഗൈസ്. പ്രതികരിക്കാതെ ഒന്നും ചെയ്യാതെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരാൾ തട്ടുമ്പോ നമ്മൾ എല്ലാവരും വീഡിയോ എടുക്കുക ചെയ്യുക. ബസ്സിലല്ലേ പോകുന്നത്, തട്ടുമ്പോ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒരു സ്റ്റെപ്പ് നിന്നാലേ ആ പ്രശ്നം അവിടെ തീരില്ലേ? നാണുണ്ടോ? കഷ്ടം. കൊണ്ട് പിടിക്കാൻ വെച്ചു കൊടുത്ത് അങ്ങനെ കൈ തട്ടി അവള് തട്ടിച്ചു കൊണ്ട് വച്ചു കൊടുക്കാണ്. മോളെ നീ ആരാണ്ടി മോള് വ്യക്തി. സത്യോടെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വീണ്ടും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു ഇമേജ് ആ ദീപക്കിന്റെ അച്ഛനും അമ്മയുടെ കണ്ണുനീര്. അവർ രണ്ടുപേരും ഇരുന്ന് കരയുന്നില്ലേ? ഇത്രയും വയസ്സായ രണ്ടുപേര്, ആ മകനാണ് ഏക ആശ്രയം. അവരുടെ രണ്ടുപേരുടെയും ആ ഒരു വിഷമമാണ് എൻ്റെ മനസ്സിൽ നിന്ന് പോവാതെ എനിക്കിപ്പോഴും ഇങ്ങനെ ഒരു സാധനമായിട്ട് നിൽക്കുന്നത്. ഞാൻ ആ സ്ഥാനത്ത് എൻ്റെ അച്ഛനും എൻ്റെ സഹോദരനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. നാളെ അവർക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ എനിക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളെ സോഷ്യൽ മീഡിയ കണ്ടന്റിന് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു മോള് വന്നിട്ട് വലിച്ചു കീറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ പിന്നെ ചെയ്യാത്ത കുറ്റമാണെങ്കിൽ ഏത് പൊന്നാര മോനായാലും മോളായാലും എനിക്കിട്ട് താങ്ങി കഴിഞ്ഞാൽ ഞാൻ വാലിച്ച് കീറി പൊട്ടിക്കും. ഞാൻ വേറെ, അത് വേറെ. പക്ഷെ എല്ലാവരും അതുപോലെ ആവണമെന്നില്ലല്ലോ. ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി അത്രയും സ്ട്രോങ് അല്ലാത്തത് കൊണ്ടായിരിക്കും, എനിക്കറിയില്ല. സത്യോടെ അത് ആ വ്യക്തി എടുത്തതും മണ്ടത്തരമായ തീരുമാനം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. ഇങ്ങനെ പോയിന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്ത് ചെയ്യാൻ, നടക്കേണ്ട എല്ലാം നടന്നു. വേറൊരു വീഡിയോ കൊടുക്കുക. എല്ലാവരും കണ്ടതാണ് വീഡിയോ. അവിടെ നിരങ്ങി ചെന്നിട്ട് കൊണ്ട് തള്ളി കൊടുത്തിട്ട് ആളെ കൈ അവിടെ ചെന്ന് അറിയാണ്ട് തട്ടിയത്. ഇങ്ങനെ നിന്നപ്പോ ചെറുതായിട്ട് ആളെ കൈ കൊണ്ട് അപ്പോൾ നേരെ തട്ടട്ടെ, ഈ കൈ ഇങ്ങനെ കൊണ്ടുവരാണ്, നേരെ തട്ടട്ടെ, എന്നാലും അവൾക്ക് ഇത് റീച്ച് ആക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് അതിന് എക്സ്പ്ലനേഷൻ വീഡിയോ പോലും. എന്നിട്ട് അയാളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് കുഴപ്പമില്ല, എല്ലാവരും അനുകൂലമായിട്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അയാളടുത്ത് പറഞ്ഞതാ. പക്ഷെ എല്ലാവർക്കും ഇത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. ആ മനുഷ്യൻ തകർന്നു പോയി. ഇപ്പൊ എന്തുണ്ടായി? അയാള് കുട്ടിക്ക് പോയി, ആ ഫാമിലിക്ക് പോയി, അയാള് പോയി, അയാള് മരിച്ചു. ഇപ്പൊ അവൾക്ക് സന്തോഷായോ? പണം നിനക്ക് സന്തോഷായില്ലേ? ഇപ്പൊ ഇതിപ്പോ എന്തുണ്ടായെന്ന് അറിയോ? ഇതേപോലെ കുറെ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെ ബസ്സിൽ അവിടെ ഇവിടെ റിയൽ ആയിട്ടുണ്ടാവുന്ന കുട്ടികളെയും ഫേക്ക് ആണ്, ഇതേപോലെ ഉണ്ടാക്കിയതാണെന്ന് പറയും. ആ കുട്ടികൾക്ക് അടക്കം നീതി കിട്ടാതെ പോവും ഇവളെ പോലുള്ള ആളുകൾ കാരണം. സത്യം, വെൽ സെറ്റ്, കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. ഇനി അസ്ലാം അള്ളി പറയുന്നുണ്ട്, അതും കൂടി കാണും നിങ്ങൾ. കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എന്ത് പറയണ്ടേ, ആണുങ്ങളുടെ ജീവന് ഒരു ഇതുമില്ല. ഇയാള് രക്തസാക്ഷിയാണ്. നിങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാ പുരുഷന്മാർക്കും വേണ്ടിയിട്ട് അങ്ങനെ സ്വയം ജീവൻ എടുത്തുകൊണ്ട് രക്തസാക്ഷിയായി. ഇനി ഒരു പുരുഷനും ഇതുപോലത്തെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. അബ്സാക്കർ റിജി എന്ന് പറയുന്ന വേറൊരു മോളുണ്ട്. അവൾ ഇതുപോലെ ഒരു പുരുഷനെ
കൈ പൊക്കി വെച്ച് കൊടുത്തുകൊണ്ട് തട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തുകൊണ്ട് അങ്ങേരുടെ ഫേസ് ബ്ലർ ചെയ്ത് അവളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ ന്യായീകരണം, ഞാൻ എല്ലാം വലിച്ചു കീറി ഒട്ടിച്ചതാണ്. അവളെ ഈ കൂട്ടത്തെ എടുത്തിടണം, ഈ കൂട്ടത്തിൽ ആ പുന്നാര മോളെയും കൂടി എടുത്തിട്ട് വേണം സംസാരിക്കാൻ. അവളും അനുഭവിക്കണം, എല്ലാവളുമാരും അനുഭവിക്കണം. ഒരു മോളുകളും ഇതുപോലെ ഇനി ഉണ്ടാക്കാൻ നിൽക്കരുത്. ഒരു പുരുഷന്റെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതം വെച്ചിട്ടും ജീവൻ വെച്ചിട്ടും ഒരു പുന്നാര മോളുകളും കണ്ടന്റ് ഉണ്ടാക്കരുത്. അപരാധി മക്കള്. അസ്ല പറയുന്ന കേൾക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 6ാം ക്ലാസ് തൊട്ടിട്ട് ബസ്സിൽ കയറുന്ന ഒരു ആളായിരിക്കും ഞാൻ എന്ന് പറയുന്നത്. ഭയങ്കര തിക്കും തിരക്കായിരിക്കും കേട്ടോ. എങ്ങനെയെങ്കിലും ബസ്സിൽ കയറിയാൽ മതി, ഒന്ന് നിൽക്കാൻ പറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ടാവും നമ്മൾ കയറുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മിക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ തിക്ക് തിരങ്ങി നമ്മൾ കയറുന്ന സമയത്ത് ചിലപ്പോൾ ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഒരു പെണ്ണായിരിക്കും നമ്മളെ വന്ന് മുട്ടുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു ആണായിരിക്കും വന്ന് മുട്ടുന്നുണ്ടായിരിക്കാം. ഇതിൽ നമുക്ക് ആണ് പെണ്ണെന്നൊന്നും ആ സമയത്ത് ഒരു വ്യത്യാസം വരില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നിന്നാൽ മതി എന്നാ. ഇന്റൻഷനലി ആരും കയറി പിടിക്കുകയോ ആരും കയറി ഇതാക്കുകയോ ഒന്നും എനിക്ക് ചെയ്തില്ല. പക്ഷെ കുറേ പേർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, കയറി പിടിക്കുക അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ വരുമ്പോൾ പലരും മുട്ടിയിട്ടുണ്ട്, അവരെ ഷോൾഡർ തട്ടിയിട്ടുണ്ട്, കൈ തട്ടിയിട്ടുണ്ട്, കുറേ പേര് ബാഗ് പിടിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇല്ലാത്ത ട്രെൻഡായിരുന്നു. അപ്പം തന്നെ ഇനി അഥവാ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത വീഡിയോ ഉടനെ ഓണാക്കി വെക്കുക, സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുക. എൻ്റെ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡാണത്. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാലേ ഫോൺ എടുത്തിട്ട് നേരെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ എവിടെയാണ് നീതി കിട്ടാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, പ്രൂഫിനായിട്ട് വീഡിയോ എടുത്ത് വെക്കാം. നേരെ പോലീസ് സ്റ്റേഷനിൽ കണ്ടക്ടറിനോട് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോവുക, പരാതി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അറിയിക്കുക. ഇതൊക്കെയാണ് സാധാരണ എല്ലാവരും പണ്ടൊക്കെ തൊട്ട് ചെയ്തു വരുന്നത്. അല്ലാണ്ട് സോഷ്യൽ മീഡിയ ഇട്ടാൽ അത് സോഷ്യൽ മീഡിയ ഒരു കോടതിയായിട്ടാണ് ഇപ്പോൾ പലരും കാണുന്നത്. അങ്ങനെ ഒരു കോടതിയല്ല. പിന്നെ നമ്മൾക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ ഈ പ്രൊട്ടക്ഷനൊക്കെ ആണുങ്ങളെ തൂക്കിക്കൊല്ലാനുള്ളത് അല്ലെങ്കിൽ ആണുങ്ങളെ ആത്മഹത്യക്കോ തള്ളിവിടാനുള്ള ഒരു സാധനമായിട്ട് കണക്കാക്കരുത്. അത് നമ്മൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്നറിയോ? ശരിക്കും ഇതുപോലെ ഒരു അസോൾട്ടോ ഒരു മൊളസ്റ്റോ ഒക്കെ നടക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരാളും സപ്പോർട്ട് ഇല്ലാതായി വരും. കാരണം ഇങ്ങനത്തെ ഓരോന്നും കണ്ടുവന്നിട്ടേ. ഇക്വാലിറ്റി എന്ന് പറയുന്നത് സ്ത്രീകളെയും പുരുഷന്മാരും ഒരുപോലെ കാണുന്നത്, അല്ലാണ്ട് സ്ത്രീകൾക്ക് എന്തും ആവാം എന്നുള്ളൊരു സാധനമല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നല്ല സ്ത്രീകൾക്ക് പോലും ചീത്തപ്പേരാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് നീതി കിട്ടേണ്ട സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്, അവർക്ക് നീതി ലഭിക്കട്ടെ. ഇത് ഇങ്ങനത്തെ കാരണം കൊണ്ട് അവരെ പോലും ഒരു പരിഹസിച്ച ആൾക്കാർ നോക്കാൻ ഒരു അവസരം വരാതിരിക്കട്ടെ. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കോണ്ടന്റും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊരിക്കലും പുരുഷന്മാർക്കെതിരെ ഉള്ളതായിരിക്കില്ല. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച നാവുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഭയങ്കര വിഷമം തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പലവരെയും കാണുമ്പോൾ. എനിക്കൊരു മോള് വളർന്നു വരുവാണ്. ഞാൻ ആ മോളോട് എന്തായാലും പഠിപ്പിക്കുക, ചില എക്സാമ്പിൾസ് കാണിച്ചിട്ട് ഇങ്ങനൊന്നും ആവരുത്, പ്രതികരിക്കേണ്ട രീതി ഇതല്ല, എങ്ങനെ പ്രതികരിക്കണം എന്നായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കുക. എന്തായാലും മരിച്ച കുടുംബത്തിനോട് എന്ത് പറയണം എന്നറിയില്ല. കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ അതിനേക്കാളും അവസ്ഥ. എന്തായാലും നമ്മുടെ മെൻസ് കമ്മീഷനൊക്കെ ചേർന്ന് 1 ലക്ഷം രൂപ എങ്ങാണ്ട് ആ ഫാമിലി കൊടുക്കുന്നു. പണം കൊണ്ട് എന്ത് നേടാൻ? ഒന്നും മൂടാനും പറ്റില്ല. പോയില്ല കുടുംബത്തിന്റെ ഏക ആശ്രയവും. അതുപോലെ അവരുടെ സ്വന്തം മകൻ ഈ ഒരു പുണ്ടാമോള് കാരണം കൊന്ന. ഇവൾ തീർത്തതാ, അത് വേറെ മാറ്റമൊന്നുമില്ല. ഇവൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തിനോട് ഭയങ്കര സ്നേഹമായിരിക്കും ഇവിടുത്തെ ജനങ്ങൾക്ക്. ഇവളെയാണ് ശിക്ഷിക്കേണ്ടത്, കൊടും ക്രിമിനൽ, അങ്ങനെ തന്നെ പറയാം. ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരാളെ അവൾ തീർത്തു, മറ്റൊരാളുടെ ജീവിതം വെച്ച് അവൾ കളിച്ചു. ഇങ്ങനെയുള്ള ഒരു പൂക്കാവടി മോളെ നിങ്ങൾ പറ എന്ത് ചെയ്യണമെന്ന്. ഇവളുടെയൊക്കെ വീട്ടിൽ സത്യം പറഞ്ഞാൽ കയറി വെട്ടേണ്ട തീംസാണ്. അതാണ് ചെയ്യേണ്ടത് ഇതുപോലത്തെ മോളുകളെ. പിന്നെ നമുക്കതൊന്നും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നാളെ ഇവളെ ഫോട്ടോ കാണിച്ചെന്ന് മോന്ത കാണിച്ചെന്ന് വന്ന് പിടിച്ചോണ്ട് പോകും. കൊണ്ടുപോയി എന്നെയും വെട്ടി പുഴുങ്ങി തിന്നു നീയൊക്കെ എല്ലാം കൂടി തീർക്ക്. ഇവിടുത്തെ ആണുങ്ങളെ മൊത്തം അങ്ങ് തീർക്ക്. എന്നിട്ട് നിന്നെയൊക്കെ പോലുള്ള അപരാധികൾ കയറിയിരിക്കും ഭരിക്കാനായിട്ട്. കുറേ അപരാധി മക്കൾ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്തും വരുന്നുണ്ട്. കാണുമ്പം പുച്ഛം മാത്രം. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു മനുഷ്യനും ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും മെൻസ് കമ്മീഷൻ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഇവളെ ഏത് രീതിയിലും പൂട്ടുമെന്നും ഇവക്കുള്ള പണി കൊടുക്കുമെന്നും ഇനി ഒരു ദീപക്കും ഈ ഭൂമിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമെന്നുള്ളൊരു രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ എല്ലാത്തിനപ്പുറം അപരാധികൾ ഉടലെടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഈ വിഷയമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഇവളുടെ നാട്ടുകാർക്കോ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ബൈ.